താരമായ UDFിലെ 2 എംപിമാർ. ലോക്സഭയിൽ നിന്നും 20 എംപിമാരും രാജ്യസഭയിൽ നിന്ന് 9 എംപിമാരും 2 നോമിനികളും അടക്കം കേരളത്തിൽ നിന്ന് 31 എംപിമാരാണുള്ളത്. ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, താരപരിവേഷമായി എത്തിയ വയനാടിന്റെ സ്വന്തം എംപിയായ പ്രിയങ്കയെയും കടത്തിവെട്ടിക്കൊണ്ടാണ് UDFിലെ ഈ 2 എംപിമാർ താരമായി മാറുന്നത്. കണക്കുകൾ പുറത്തു വരുമ്പോൾ 18 UDF എംപിമാർ നിരനിരയായി നിൽക്കുന്നിടത്താണ് 2 പേർ താരമാവുന്നത്. പറഞ്ഞു വരുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യമാണ്. ഈ ഫണ്ടിലേക്ക് 31 എംപിമാരുള്ള കേരളത്തിൽ നിന്നും ആകെ 10 എംപിമാർ മാത്രമാണ് ഫണ്ട് നൽകിയിട്ടുള്ളൂ. ഇവിടെയാണ് ഷാഫി പറമ്പിലും NK പ്രേമചന്ദ്രനും മാത്രം UDFിൽ നിന്ന് ഫണ്ട് നൽകിയിട്ടുള്ളൂ. ഷാഫി 25 ലക്ഷം നൽകിയപ്പോൾ NK പ്രേമചന്ദ്രൻ നൽകിയത് 10 ലക്ഷം രൂപയാണ്. എന്നാൽ കണക്കുകളിൽ പ്രിയങ്ക ഗാന്ധി എന്ത് നൽകി എന്ന് പറയുന്നേയില്ല. അതിനും അപ്പുറത്ത് കേന്ദ്രമന്ത്രി പട്ടം കിട്ടിയിട്ടും സുരേഷ് ഗോപിയും ഒന്നും നൽകിയതായിട്ടും യാതൊരു കണക്കുമില്ല. അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ എംപിമാർക്കും ഫണ്ട് അനുവദിക്കാവുന്നതാണ്. അതനുസരിച്ചുള്ള രേഖകൾ പുറത്തു വരുമ്പോഴാണ് സുരേഷ് ഗോപിയും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ നോമിനിയായ PT ഉഷ 5 ലക്ഷം രൂപ നൽകി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ്, 1 കോടി രൂപ. ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് എംപിമാർക്ക് അവരുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നും ഈ ദുരന്ത മേഖലയുടെ പുനരധിവാസത്തിന് ഫണ്ടുകൾ നൽകാമെന്ന്. ഈ വിഷയത്തിൽ സാലറി ചലഞ്ചും നടത്തിയിരുന്നു. അതനുസരിച്ച് കുറെ എംപിമാർ അവരുടെ സാലറി കൊടുത്തിരുന്നു. പക്ഷേ പ്രാദേശിക ഫണ്ടിന്റെ കാര്യം വന്നപ്പോൾ ഈ 31-ൽ ആകെ 10 പേർ മാത്രമാണ് ഫണ്ട് അനുവദിച്ച് നൽകിയിട്ടുള്ളൂ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുന്നംകുളം MLA PK റഹീം രേഖാമൂലം ഈ കാര്യം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ആകെ 10 എംപിമാർ മാത്രമാണ് നൽകിയത് എന്നറിയാനാകുന്നത്. ഇവിടെ PP സുനീർ 25 ലക്ഷം, K രാധാകൃഷ്ണൻ 25, ഡോക്ടർ V ശിവദാസൻ 25 ലക്ഷം രൂപ, A റഹീം 25 ലക്ഷം, ജോസ് K മാണി 25 ലക്ഷം, സന്തോഷ് കുമാർ 25 ലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ. മറ്റു എംപിമാർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വലിയ തുകയായി മാറുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. അതുമാത്രവുമല്ല, അതിതീവ്ര ദുരന്തമായതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു എംപിമാർക്ക് വേണമെങ്കിലും തുക നൽകാവുന്നതാണ്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൊടുത്തിട്ടുണ്ടോ എന്നതിന്റെ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല.